ഏതാണ്ട് 2.5 നൂറ്റാണ്ട് മുൻപ് പൊന്നാനിയിലെ പറവണ്ണയിൽ നിന്ന് കച്ചവടത്തിനും ദീനീപ്രവർത്തനത്തിനും കോഴിക്കോട്ട് വരാറുണ്ടായിരുന്ന ഒരാളായിരുന്നു ഷൈക്ക് മരയ്ക്കാർ. അദ്ദേഹം സാമൂതിരിയെ സമീപിച്ച് കുടുംബമായി ഇവിടെ കഴിയുവാനുള്ള ആഗ്രഹം അറിയിച്ചു. ഇത്തരം അതിഥികളെ ആദരിക്കാറുള്ള സാമൂതിരി ഷൈക്ക് മരയ്ക്കാർക്കൊരു നമ്പൂതിരി യുവതിയെ വേളിക്കായി അനുവദിച്ചു. ഈ യുവതി സാമൂതിരിയുടെ കുടുംബത്തിൽപ്പെട്ടതാണെന്നും പറയപ്പെടുന്നു. ആ യുവതി മതപരിവർത്തനം ചെയ്ത് ഷൈക്കിന്റെ ഭാര്യയായി. സാമൂതിരി അവർക്ക് താമസിക്കാനായി പ്രത്യേക സ്ഥലവും വീടും കല്ലായിപ്പുഴയുടെ തീരത്ത് നൽകി കുടിയിരുത്തുകയും ചെയ്തു. കോഴിക്കോട്ടെ പുരാതനമായ തോപ്പിൽ തറവാടിന്റെ ഉത്ഭവം അങ്ങനെയാണത്രേ. തോപ്പിൽ തറവാടിൻ്റെ ആരംഭം കുറിക്കുന്നത് കണ്ണൂരിൽ നിന്ന് ഒരു സ്ത്രീയെ ബപ്പൻകോയ ഹാജി എന്ന നമ്മളെ ഉപ്പാപ്പ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ്. അവിടെ നിന്ന് മുതലാണ് ഇവിടെ ഈ തോപ്പിൽ തറവാട് തുടക്കം കുറിക്കുന്നത്. അതിൽ 7 സന്താനങ്ങളായിരുന്നു. അതിൽ 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളുമായിരുന്നു. അതിൽ 3 ആൺകുട്ടികളിൽ മൂത്ത ആൾ അബ്ദുള്ള കോയ ഹാജി, രണ്ടാമത്തെ ആൾ അബ്ദുൽ ഖാദർ, മൂന്നാമത്തെ അഹമ്മദ് കോയ. പെൺകുട്ടികളിൽ മൂത്തത് ഇമ്പിച്ചിവി, രണ്ടാമത്തെ ഇമ്പിച്ചായിഷബി, മൂന്നാമത്തെ ഇമ്പിച്ച് കുഞ്ഞി, നാലാമത്തെ കുഞ്ഞിബി. ഇവർ 4 പേരാണ്. ഇതിൽ ഇന്ന് വരെ ജീവിച്ചിരിക്കുന്നതിൽ 1356 ആൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് മെമ്പർമാരായിട്ട്. 351 പരം ഫാമിലി ആയിട്ടും ഇപ്പോഴും അവരെല്ലാവരും വളരെ സുഖമായിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ജീവിച്ചു മുന്നോട്ട് പോകുന്നുണ്ട്. 4 മുറ്റവും വിശാലമായ ഉമ്മറവും അകത്തളത്തിൽ 2 ഭാഗത്തും കൊട്ടിലും അവയുടെ ഒറ്റത്തടിയിൽ തീർത്ത തൂണുകളും മാളികയും തായ്പുരയും വിശാലമായ മുറ്റവുമുള്ള ഈ പുരാതന തറവാട് പഴയ പ്രതാപത്തിന്റെ ഒരു സ്മാരകമാണ്. തോപ്പിൽ തറവാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ആർക്കിടെക്ചറൽ ഡിസൈൻ തന്നെയാണ്. ഇതിൻ്റെ പൊതുനിരത്തിൽ നിന്നിട്ട് വീട്ടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് എത്താൻ തന്നെ ഒരു 25 മീറ്ററോളം കാലി സ്ഥലമായിട്ടാണ് ഇട്ടിരിക്കുന്നത്. കാരണം അത് പൊതുജനങ്ങൾക്ക് കയറി വരാനുള്ള അവർക്ക് പെരുമാറാനുള്ള ഒരു സംവിധാനമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതും കഴിഞ്ഞ് പിന്നെയും ഒരു വരാന്തയാണ് അകത്തേക്ക് വരുന്ന സമയത്ത് എൽ ഷേപ്പിലൊരു വരാന്ത. അതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ കുളിപ്പുറയും വലിയൊരു കിണറും. ഈ കിണറിൻ്റെ ആ ഭാഗങ്ങളിൽ തന്നെയാണ് ആണുങ്ങൾക്ക് കുടിക്കാനുള്ള കുളവും പള്ളിയും ആണുങ്ങൾക്കുള്ള പള്ളിയും അതിന് സംവിധാനങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്ന് ഈ പടിപ്പുര കയറി നേരെ കൊലായിലേക്ക് എത്താൻ തന്നെ ഒരു 10-30 മീറ്റർ പോകണം. അത്രയും ദൂരമാണ് മെയിൻ കൊലായി. കണ്ണെത്താ ദൂരത്തോളം വരുന്ന തെങ്ങിൻ തോപ്പുകളുടെ ഉടമസ്ഥരായിരുന്നു തോപ്പിൽ തറവാട്ടിലെ അംഗങ്ങൾ. ഈ സ്ഥലങ്ങളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തെങ്ങ് കയറിക്കൊണ്ടിരുന്നു എന്ന് കേൾക്കുമ്പോൾ എത്ര വിശാലമായ തെങ്ങിൻ തോപ്പുകളായിരുന്നു അതെന്ന് ഊഹിക്കാമല്ലോ. ഇത്രയും വരുന്ന തെങ്ങിൻ തോപ്പുകളുടെ ഉടമസ്ഥരായതുകൊണ്ടാണ് തറവാടിന് തോപ്പിൽ തറവാടെന്ന പേര് വന്നത്. പിന്നെ ഈ പടിപ്പുരയോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ കോമ്പൗണ്ടോട് നീട്ടാൻ പോകുന്നുണ്ട് റൈറ്റ് സൈഡിലേക്ക്. അതിൻ്റെ റൈറ്റ് സൈഡിലെ എൻഡിലാണ് കാറുകൾക്ക് വരാനുള്ള വലിയ ഗേറ്റ്. ഈ ഗേറ്റിൻ്റെയും പടിപ്പുരൻ്റെയും ഇടയ്ക്കുള്ള സ്ഥലം ഒരു തിണ്ട് കെട്ടിയിട്ടാണ് അവിടെ ഗാർഡൻ സെറ്റ് ചെയ്തത്. അവിടെ തിണ്ടിൻ്റെ പ്രത്യേകത വെച്ചാൽ വൈകുന്നേരങ്ങളിൽ അവിടെ വന്നിരുന്ന് വർത്തമാനം വന്നിരിക്കുന്ന ഒരു സംവിധാനമാണ്. തോപ്പിൽ തറവാടിന് പ്രത്യേകമായ ചില ആചാരക്രമങ്ങളും മാമൂലുകളും ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലം വരെ അത് നിലനിന്നു പോന്നിരുന്നു. സ്ത്രീകൾക്ക് പുറം ലോകവുമായുള്ള ബന്ധം കുറവായിരുന്നു. പള്ളികളിൽ നിന്നും മുസ്ലിയാക്കന്മാർ വന്ന് ഖുർആനും കിതാബും പഠിപ്പിക്കുകയായിരുന്നു പതിവ്. അതുമാത്രമായിരുന്നു പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം. തോപ്പിനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള തറവാടുകളിലൊക്കെ പല ഭാഗങ്ങളായിട്ട് ഉണ്ടാവും. അതായത് 3 അടുക്കള 4 അടുക്കളൊക്കെ ആയിട്ട് പല ഓരോരുത്തർക്കും ഓരോ സെക്ഷൻ സ്ഥലങ്ങൾ ഇങ്ങനെയാണ്. തോപ്പിനെ സംബന്ധിച്ചോളം അങ്ങനത്തെ യാതൊരു ഇതുമില്ല. എല്ലാവരും ഒന്നായിട്ട് ഒരൊറ്റ അടുക്കളയിലാണ് സംഭവം. ഭക്ഷണം കഴിക്കലും ഭക്ഷണം ഉണ്ടാക്കുന്നതും രീതിയും എല്ലാം ഒരൊറ്റ ഇതിലാണ്. എല്ലാവരും വളരെ നല്ല സൗഹാർദ്ദത്തിലും ഐക്യത്തിലും അങ്ങനെ ജീവിച്ചു പോകുന്നതാണ്.
ചെറുപ്പകാലത്ത് ഇവരൊക്കെ നമ്മളെ പെൺകുട്ടികളാണെങ്കിൽ അവർ മദ്രസ പോക്കില്ല, അല്ല സ്കൂൾ പോക്കില്ല. അവരൊക്കെ ഇവിടുന്ന് മൊല്ലാക്കനെ വരുത്തിച്ചിട്ട് അവിടുന്ന് ഊത്ത് പഠിപ്പിക്കലാണ് പതിവ്. നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ തോപ്പിൽ ഞാൻ ഏറ്റവും നല്ല ഒരു പ്ലെയറായിരുന്നു. അതായത് ബാസ്കറ്റ് ബോൾ, ഫുട്ബോൾ, ബാഡ്മിൻ്റൺ എന്നീ ഇനങ്ങളിലൊക്കെ വളരെ നല്ല ഒരു ഉയർന്ന പ്ലെയറായിട്ടായിരുന്നു. 2-3 തവണ ഞാൻ ബാഡ്മിൻ്റൺ ട്രോഫി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് MM സ്കൂളിന്. ഇവിടുത്തെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും നിക്കാഹ് തറവാട്ടിൽ വെച്ചാണ് നടത്തിയിരുന്നത്. അതും കാസിയുടെ സാന്നിധ്യത്തിൽ. ഭൂമുഖത്ത് നിന്ന് കയറുന്ന അകത്തളത്തിലെ ഉയർന്ന തിണ്ണയിൽ നിക്കാഹ് നടക്കുമ്പോൾ സാമൂതിരി ബഹുമാനിച്ച് നൽകിയ 4 പന്തക്കുറ്റികളും 2 താനവിളക്കും കത്തിച്ചു വയ്ക്കും. നമ്മുടെ തോപ്പിൽ തറവാടിൻ്റെ കല്യാണ വിശേഷങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. കല്യാണം എന്ന് പറഞ്ഞാൽ തോപ്പിൽ തറവാടിൻ്റെ ആ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മാസം മുമ്പ് തന്നെ, കല്യാണത്തിൻ്റെ മുമ്പേ തന്നെ പരിപാടികൾ ആസൂത്രണം ചെയ്ത് അങ്ങനെ ആ കല്യാണത്തിൻ്റെ ഉള്ള ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങും. വീടൊക്കെ വെള്ളവാസമൊക്കെ ചെയ്ത് പിടിച്ച് അതിൽ ഇത് ഓരോന്നുകളായിട്ട് ഇങ്ങനെ ചെയ്തു വരും. പിന്നെ ആ അരിയും സാധനങ്ങളും ആ ലീസ്റ്റ് കല്യാണത്തിന് അതിൻ്റെ ലീസ്റ്റൊക്കെ ഇട്ട് അങ്ങനെ ഒരു കല്യാണം അടുത്ത് വരുംതോറും ആൾ കൂടി വരും, ആൾക്കാർ വരും. പിന്നെ നമ്മൾ ഒരു ഭാഗത്തിൻ്റെ പാർട്ടിയാണ്, ഒരു മധ്യഭാഗം എന്ന് പറഞ്ഞ ഒരു ഭാഗക്കാരാണ് നമ്മളെ തറവാട്ടിൽ ആ ഭാഗത്തിലാണ് കല്യാണം. അപ്പോൾ കാലിയർ നമ്മളെ തറവാട്ടിലേക്ക് വന്നിട്ട് അവിടുന്നാണ് നമ്മളെ നിക്കാഹ് കഴിക്കുന്നത്. അത് പെണ്ണിൻ്റെതാണെന്നുണ്ടെങ്കിൽ പെണ്ണിൻ്റെ വാപ്പ കയറും, കാലിയരും ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ പിയാപ്പിള എന്നതിൽ പിയാപ്പിള പുറത്തുനിന്നും ആനയിച്ച് കൊണ്ടുവരും നമ്മൾ. അതിൽ നമ്മളെ വാഴക്കാരുടെ മൂപ്പന്മാരും എല്ലാവരും ഉണ്ടാവും. ആ കല്യാണത്തിൻ്റെ അവർക്കങ്ങൾക്കെല്ലാം ഓരോന്ന് എല്ലാ കൈകാര്യം ചെയ്യൽ. അതിന് ശേഷം കാലിയരെ എടുത്തിരുന്നിട്ട് നമ്മൾ നിക്കാഹ് ചെയ്യും. അപ്പം പിയാപ്പിളിൻ്റെ വാപ്പയും കാരണവന്മാരെല്ലാവരും ഉണ്ടാവും. ഇങ്ങനെ നിന്നിട്ട് കൈയെടുത്ത് കാലിയർ ഇതിൽ കൈയെടുത്ത് നിക്കാഹ് കഴിക്കും. നിക്കാഹ് എന്ന് പറഞ്ഞാൽ 3 ആളുണ്ടാവും. കാലിയരും നമ്മളെ കത്തീവും മുക്കുറിയും ഉണ്ടാവും. അങ്ങനെ 3 ആളുണ്ടാവും. അവർ കാലിയരാണ് കാഞ്ഞത്ത് കഴിച്ചു കൊടുക്കുന്ന ആൾ. പിന്നെ കത്തീവ് കുത്തുവ പറയുന്ന ആളാണ്. പിന്നെ മുക്കുറിയാണ് അതിൻ്റെ അനൗൺസ് ചെയ്യുന്നത്, കാഞ്ഞത്ത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാലിയറിയ ചോറൊക്കെ കഴിഞ്ഞ് നമ്മൾ പിരിയാപ്പിള നമ്മൾ പുറത്തേക്ക് ഇറക്കും. അപ്പോൾ നമ്മളെ മൂപ്പന്മാരെല്ലാം കൂടെ പിരിയാപ്പിള വളഞ്ഞ് നിർത്തിയിട്ട് നമ്മളൊരു ഒപ്പന പാടിയും കൊണ്ടാണ് നമ്മൾ വീട്ടിൻ്റെ അകത്തേക്ക് പിരിയാപ്പിളെ കൊണ്ടുപോകുന്നത്. നമ്മുടെ തറവാട്ടിൻ്റെത് എന്ന് പറഞ്ഞാൽ മരമക്കത്തായാണ് നമ്മളെ പരിപാടി. അത് പിയാപ്പിളക്ക് നമ്മൾ ഈ മണിയറ നമ്മളോട് തന്നെയാണ്. അത് രാത്രി പിറ്റത്തെ ആഴ്ചയാണ് പിയാപ്പിള വീട് കൂടുന്ന മൂടേമാണെന്ന് പറയും. ആ മൂടേമാനത്തിന് നമ്മൾ ഇത് എല്ലാവരും കുടുംബക്കാരെല്ലാവരും ഉണ്ടാവും. ആ മൂടേണം പിറ്റേന്ന് ആ പിയാപ്പിളുടെ ചായ കൂടി ഉണ്ടാവും. അത് പിയാപ്പിള നേരത്തെ കാലത്ത് തന്നെ ചായയൊക്കെ റെഡിയാക്കി പിടിച്ച് പിയാപ്പിളക്ക് നല്ല ഇതിൽ തന്നെ കൊടുക്കും. പിന്നെ നമ്മുടെ മണിയറയിൽ തന്നെ ചില 2 വാതിലൊക്കെ കൊടുക്കും. 2 വാതിലുണ്ടാവും. എന്ന് വെച്ചാൽ പെണ്ണിനെ ഈ വാതിൽ കൂടെ കയറ്റിയിട്ട് ആ വാതിൽ കൂടെ ഇറങ്ങി പോകണ മട്ടത്തിലുള്ളൊരു അറേണ്ട ഇതൊക്കെയാണ് അന്നത്തെ കാര്യത്തിലുള്ളത്. വളരെ നല്ല ഇതിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ നടക്കും. എല്ലാ ആൾക്കാരും പങ്കെടുക്കും, എല്ലാവരും വരും. കുറേ ദിവസങ്ങളിൽ അവിടെ തന്നെ നല്ലൊരു പരിപാടി തന്നെയായിട്ടാണ് നടന്നു പോകുന്നത്. അത് നമ്മളെ വല്യാപ്പ പണ്ടേ നടത്തിപ്പോണ നമ്മളെ മരമത്തായത്തിൻ്റെ ഇതിൽ തന്നെ അങ്ങനെ നല്ല ഇതിൽ തന്നെയാണ് നടന്നു പോകുന്നത്. ഒരു പ്രശ്നമില്ല. എപ്പോഴും അതേപോലെ തന്നെ കുടുംബം നല്ല സന്തോഷത്തിലാണ് നമ്മൾ പോണത്. കുടുംബ സമ്പ്രദായം ഏറെക്കാലം മുറുകെ പിടിച്ചവരാണ് തോപ്പിൽ തറവാട്ടുകാർ. അടുത്ത കാലത്തായി തറവാടിനോട് യാത്ര പറയാൻ ആരംഭിച്ചതോടെ ആ സമ്പ്രദായത്തിന് അന്ത്യം വന്നു. തോപ്പിൽ തറവാട് തെക്കപ്പുറത്തെ ഏറ്റവും പുരാതനമായ പ്രസിദ്ധമായ ഒരു തറവാട്. ഈ തറവാടിൻ്റെ ഭാഗമായി ഞാൻ വരുന്നത് 1995 തോപ്പിൽ തറവാട്ടിലേക്ക് ഒരു പുതിയാപ്പിളയായാണ് ഞാൻ വരുന്നത്. ഇവിടുത്തെ കൂട്ടായ്മയും ഒത്തുമയും അന്നു മുതലേ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരാളാണ് ഞാൻ. ഇതിൽ നിന്നും തന്നെ അന്നത്തെ തറവാട് ഏറ്റവും വലിയ രീതിയിൽ ഒരുപാട് അറകളുമായി, ഏകദേശം 30ഓളം അറകളുമായി ഉണ്ടായിരുന്ന വലിയൊരു വീടായിരുന്നു. അന്നത്തെ കാലത്ത് അവരുടെ കൂട്ടായ്മയുടെ ഭാഗമായി എല്ലാവരും വളരെ ഐക്യത്തിലും ഒരുമയിലും നിൽക്കുന്ന സമയത്ത് തന്നെ 36 അറകൾക്ക് ശേഷം അല്ലെങ്കിൽ 40 അറകൾക്ക് ശേഷം വീണ്ടും കുട്ടികളും ആളുകളും വർദ്ധിക്കുന്നതനുസരിച്ച് അന്നത്തെ കാരണവരുടെ ചിന്തകളിൽ ഉരുത്തിരിഞ്ഞ കാര്യമായിട്ടാണ് ഈ തോപ്പിൽ പാർട്ടീഷൻ വരുന്നത്. അന്നത്തെ
രജിസ്ട്രേഷൻ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന രീതിയിലായിരുന്നു നടന്നതെന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ അതിശയോക്തിയില്ല. കാരണം ഇതുവരെ ഒരു ചെറിയ അണുകുടുംബത്തിൽ പോലും വളരെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നടക്കുന്ന അക്കാലത്ത് അന്ന് ഒരു ദിവസം മുഴുവൻ നീണ്ട് വീട്ടു രജിസ്റ്ററായിരുന്നു ചെയ്തിരുന്നത്. 250ഓളം ആളുകൾ ഒരു ഉത്സവം പോലെ അല്ലെങ്കിൽ ഒരു കല്യാണം പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വളരെ ആഘോഷത്തോടെ ആഹ്ലാദത്തോടെ വന്ന് ഓരോരുത്തരും ഒപ്പിടുന്ന സീൻ വളരെ ഓരോരുത്തർക്കും വലിയ രീതിയിലുള്ള സന്തോഷവും മാതൃകയും ആയ രീതിയിലായിരുന്നു. അന്ന് 36 അറകൾ ഉണ്ടായിരുന്ന തറവാട് ഇന്ന് ഈ സ്ഥലത്ത് 36 വീടുകളായിട്ടാണ് മാറിയത്. ഇത് തന്നെ ഏറ്റവും വലിയ ഒരു വോട്ട് ബാങ്കായി മാറുകയാണ്. അന്ന് തോപ്പിൽ തറവാടായി നിലനിന്നിരുന്ന ഈ പ്രദേശം, ഈ 2 ഏക്കർ സ്ഥലം ഇന്ന് തോപ്പിൽ കോളനി എന്ന പേരിൽ വളരെ ഒരു തറവാട് പോലെ തന്നെ ഒരു വലിയ കോളനിയായി ഏറ്റവും നല്ല രീതിയിൽ ക്രമീകരിച്ച് വഴിയൊക്കെ ഇട്ട് നല്ല രീതിയിലുള്ള കോളനിയായി മാറിയിട്ടുണ്ട്. തീരദേശത്തെ പല പള്ളികളുടെയും മുതവല്ലി സ്ഥാനം തോപ്പിൽക്കാർക്കായിരുന്നു. കൊണ്ടുങ്ങൽ പള്ളി, കുഞ്ഞാലിപ്പള്ളി, ഇടിയങ്ങര പള്ളി, ഇടിയങ്ങര പുതിയ പള്ളി തുടങ്ങിയ പള്ളികളെല്ലാം തോപ്പിലെ കാരണവന്മാരുടെ കീഴിലാണ് നടത്തിപ്പോകുന്നത്. എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് കോഴിക്കോട് നഗരം വില്ലേജ് ഓഫീസിലാണ്. 70കളുടെ ആദ്യത്തിൽ ഞാൻ അവിടെ ജോലി ചെയ്യാൻ വേണ്ടി ചെന്ന സമയത്ത് കോഴിക്കോട് പട്ടണത്തിലെ വാർഡ് നമ്പർ ഇപ്പോഴത്തെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ വാർഡ് നമ്പർ 9 മുതൽ 16 വരെയുള്ള വാർഡുകളുടെ എല്ലാ ഭൂമികളുടെയും ജന്മാവകാശം തോപ്പിൽ തറവാട്ടിനായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ ഇന്ന് കോഴിക്കോട്ടങ്ങാടിയിൽ ഏറ്റവും കൂടുതൽ ഭൂമിയുടെ ജന്മാവകാശം അവകാശപ്പെടാൻ പറ്റുന്ന ഏക തറവാട് തോപ്പിലായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് ഞാൻ ഔദ്യോഗികമായ എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, അല്ലാതെ കേട്ടുകേൾവിയുടെയോ കെട്ടുകഥയുടെ അടിസ്ഥാനത്തിലില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇത്രയും ഒക്കെ സ്വത്തുണ്ടായിട്ടും ഇവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും വളരെ സന്തോഷകരമായി കഴിയുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. പ്രതാപവും ഐശ്വര്യവും കുടുംബമഹിമയുമുള്ള ഈ തറവാടിന് കോഴിക്കോട് നഗരം അംശദേശത്തും പന്നിയങ്കര അംശദേശത്തുമായി 750 ഏക്കറോളം വരുന്ന ഭൂമിയുടെ കൈവശാവകാശവും 25 ഏക്കറോളം ജന്മാവകാശവും ഉണ്ടായിരുന്നു. തോപ്പിൽ കുടുംബാംഗങ്ങൾ ഏകദേശം 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു കുടുംബ സമാഗമം, കുടുംബ ഉത്സവം നടത്താൻ പോവുകയാണ്. ആ കൂടിച്ചേരലിൽ നിന്ന് പേര് വെച്ചിട്ടുള്ളത് ഒത്തൊരുമ എന്നാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും എല്ലാവിധ അഭിവാദനങ്ങളും ഇതോട് സഹകരിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും, ദേശക്കാർക്കും, കുടുംബാംഗങ്ങൾക്കും, സുഹൃത്തുക്കൾക്കും ഒക്കെയും വിശേഷാൽ നന്ദിയും കൂടി അറിയിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദിയും അഭിവാദനങ്ങളും ആശംസകളും അറിയിക്കുന്നു.